നമസ്കാരം. കേരളത്തിൽ ഇന്നലെ CPM നടത്തിയ കലാപശ്രമം ജനങ്ങൾ പരിഹാസത്തോടെയാണ് കണ്ടത് എന്നുള്ളതാണ് സത്യം. ഇന്നലെ എൻഫോഴ്സ്മെൻറ്റിനെ തിരുവനന്തപുരത്ത് വെച്ച് ആക്രമിച്ച CPM നടത്തിയത് സമാനതകളില്ലാത്ത ആക്രമണത്തിൻ്റെ തുടക്കമാണ് എന്നുള്ളത് വേണമെങ്കിൽ പറയാൻ പറ്റും. ഡൽഹിയിൽ നിന്ന് എൻഫോഴ്സ്മെൻറ്റ് അന്വേഷണ സംഘം വന്ന് മടങ്ങിപ്പോകുമ്പോൾ CPMൻ്റെ ഗുണ്ടാ സംഘം ആ കാറിനെ ആക്രമിക്കുകയും ചില്ലും കാറിൻ്റെ പല ഭാഗങ്ങളും അടിച്ചു തകർക്കുകയും അവസാനം ഇന്ന് അവരെയെല്ലാം അറസ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ്. അതിനെക്കുറിച്ച് വളരെ വിശദമായി നമുക്ക് വാർത്ത ചെയ്യാം. അതിനേക്കാൾ ഭീകരമായ ഒരു സംഭവം പുറത്തു വന്നിരിക്കുകയാണ്. വീണ വിജയനിൽ നിന്ന് വളരെ സുപ്രധാനമായ രേഖകൾ എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതിയ വാർത്തയായി വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ഏറ്റവും പുതിയ ഐഫോണാണ്. ഈ ഐഫോണിൽ അവരുടെ എല്ലാ രേഖകളും ഉണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വീണ വിജയൻ നടത്തിയിട്ടുള്ള സകല തട്ടിപ്പിൻ്റെയും കോടികളുടെ അഴിമതികളുടെയും എല്ലാം വിശദമായ വിവരങ്ങളുണ്ട്. പിണറായി വിജയൻ്റെ വിദേശത്തുള്ള കോടികൾ നല്ല ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ ആസ്തി വിദേശത്തുണ്ടെന്നാണ് കരുതുന്നത്. അതിൻ്റെ എല്ലാം തന്നെ വീണ വിജയൻ്റെ മൊബൈലിലുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും അത് വളരെ ഞെട്ടിക്കുന്ന കാര്യമാണ്. പിതാവിൻ്റെ സകല തട്ടിപ്പും സഹോദരൻ്റെ സകല തട്ടിപ്പും ഏതൊക്കെ ബാങ്കിൽ പണമുണ്ടെന്നും വിദേശത്ത് ഏതൊക്കെ ബാങ്കിൽ പണമുണ്ടെന്നുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ ഉള്ള കൈവശമുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇന്നലെ വീണ വിജയനിൽ നിന്ന് കിട്ടിയ രേഖകൾ എന്തായാലും പിണറായി വിജയനും വീണ വിജയനും മകനും അതായത് വിവേക് തൈക്കണ്ടിയും ഭാര്യയും എല്ലാം ജയിലിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് കൃത്യമായി എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലമായി, അതായത് 2014 മുതൽ കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വന്നത് മുതൽ പിണറായി വിജയനും BJPയും തമ്മിലുള്ള ധാരണ ഉണ്ടായിരുന്നു. 2014 SNC ലാവ്ലിൻ കേസിൽ ഡിസ്ചാർജ് പെറ്റീഷൻ തിരുവനന്തപുരത്ത് കൊടുത്തത്. ആ സമയത്ത് അവിടെ പ്രോസിക്യൂട്ടർ വേറെയായിരുന്നു, CBI പ്രോസിക്യൂട്ടർ. എന്നാൽ പിന്നീട് CBI പ്രോസിക്യൂട്ടറെ മാറ്റുന്നു, പിണറായി വിജയന് അനുകൂലമായി വാദം പറയുന്ന ഒരു അഡ്വക്കേറ്റിനെ വെക്കുന്നു. അതിനുശേഷം അവിടെ ഡിസ്ചാർജ് പെറ്റീഷൻ കിട്ടുന്നു. അവിടെ 5 കോടി രൂപയാണ് അന്നത്തെ ജഡ്ജ് രാജുവിന് കൊടുത്ത് എന്ന് പറയുന്ന കാര്യം എന്നോട് അഡ്വക്കേറ്റ് MK ദാമോദരൻ, അതായത് പിണറായി വിജയന്റെ അഭിഭാഷകൻ, എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം കേസ് ഹൈക്കോടതിയിലെത്തുന്നു. ഹൈക്കോടതിയിലെത്തിയ ശേഷം 25 കോടി രൂപയാണ് ഉബൈദ് ജഡ്ജിന് കൊടുത്തത് എന്ന് പറയുന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടുള്ളത് MK ദാമോദരനാണ്. അവിടെ ഏറ്റവും രസകരം, യൂസഫ് അലിയുടെ കമ്പനിയിൽ 2 പേർക്ക് ഈ ഉബൈദിന്റെ 2 പേർക്ക് ജോലി കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ എന്നോട് MK ദാമോദരൻ പറയുകയുണ്ടായി. അങ്ങനെ കേസുകൾ അട്ടിമറിക്കുന്നു. പിന്നെ സുപ്രീം കോടതിയിലെത്തിയപ്പോൾ രമണയെ സ്വാധീനിച്ച് 100 കോടി രൂപ കൊടുക്കാനുള്ള പദ്ധതി വന്നപ്പോൾ അത് ഞാൻ ക്രൈം തന്നെ, അങ്ങനെ ആരോപണമുണ്ടെന്നുള്ള വാർത്ത പ്രസിദ്ധീകരിക്കുന്നു. അതോടുകൂടി രമണ അത് പരിഗണിക്കുന്നതിൽ നിന്ന് മാറുന്നു. അങ്ങനെ അത് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ 80ാം തവണ മാറ്റിവെച്ചിരിക്കുകയാണ്. ഓരോ തവണയും CBI അഭിഭാഷകൻ വന്ന് പറയുന്നത്, തുഷാർ വേത്തയും രാജുവും വന്ന് പറയുന്നത്, ദയവായി ഈ കേസ് മാറ്റിവെക്കണമെന്നാണ്. അതായത് പിണറായി വിജയന്റെ കേസ് മാറ്റിവെക്കണം എന്ന് പറയുന്നത് BJPയുടെ കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട നേതാവായ അമിത്ഷായുടെ വലങ്കയായ തുഷാർ മേത്തയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവർ തമ്മിൽ ധാരണയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പിണറായി വിജയൻ എന്തും BJPക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഒരു ധാരണ പുറത്താണ് കേരളത്തിൽ ഇതുവരെ അദ്ദേഹത്തിൻ്റെ കേസുകളൊന്നും തൊടാതിരുന്നത്. നമുക്കറിയാം, ലാവ്ലിൻ കേസ് ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയെടുത്ത, എൻ്റെ ജീവൻ പണം വെച്ച് പുറത്തു കൊണ്ടുവന്ന കേസാണ് ലാവ്ലിൻ കേസ്. 2005 ഫെബ്രുവരി മാസത്തിൽ ഞാനിത് കൊണ്ടുവരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പിണറായി വിജയനെതിരെ ഫൈറ്റ് ചെയ്തത്. കേരളത്തിലെ പത്രദൃശ്യ മാധ്യമങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നില്ല, മറ്റാരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എനിക്ക് ആപ്പാടെ സപ്പോർട്ട് ഉണ്ടായിരുന്നത് ഈ ബാലാനന്ദൻ എന്ന് പറയുന്ന CITU അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന് നേരിട്ട് അറിയാമായിരുന്നു പിണറായി വിജയൻ ഈ 300 കോടിയോളം രൂപ മോഷ്ടിച്ചിട്ടുണ്ട്, പാർട്ടിക്ക് ഇത്ര കൊടുത്തിട്ടുണ്ട്, ബാക്കി പിണറായി വിജയൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന പേര് ഭാര്യയുടെ പേരിൽ വിദേശത്ത് സിംഗപ്പൂരിൽ 75 കോടി രൂപ വന്നിട്ടുണ്ടെന്നുള്ള വിവരം കൃത്യമായി എനിക്ക് രേഖകൾ തരുന്നത് B ബാലാനന്ദനാണ്. അതിൻ്റെ പേരിലാണ് എൻ്റെ ഓഫീസ് കത്തിച്ചത് നമ്മുടെ മുഹമ്മദ് റിയാസ്. ആ മുഹമ്മദ് റിയാസ് കത്തിക്കുകയും അവിടെയുള്ള രേഖകൾ കടത്തിക്കൊണ്ടുപോയി ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് പിണറായി വിജയന്റെ മകളെ കല്യാണം കഴിക്കുന്നത്, അങ്ങനെ മന്ത്രിയാകുന്നത് ഇതുവരെ എത്തിയത്.
അല്ലാതെ മുഹമ്മദ് റിയാസ് ഒരു ദിവസം കൊണ്ട് സ്വപ്നത്തിൽ എന്ന പോലെ ഇങ്ങനെ വളർന്നു വരാൻ യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെക്കാൾ എത്രയോ പരിചയമുള്ള ഈ നമ്മളെ AI ഷംസീർ പോലെയുള്ള നേതാക്കന്മാരുണ്ടായിട്ടും അവർക്കൊന്നും കിട്ടാത്ത പരിഗണനയാണ് മുസ്ലിമായ നമ്മുടെ മുഹമ്മദ് റിയാസിന് കിട്ടിയിട്ടുള്ളത്. സ്വന്തം ഭാര്യയെ ചവിട്ടി പുറത്താക്കി, അവരെ നാഭിക്ക് ചവിട്ടി കഴുത്തിന് പിടിച്ച് 50 രൂപയ്ക്ക് പാളയത്തിൽ വേണമെങ്കിൽ പെണ്ണുങ്ങളെ കിട്ടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് മുഹമ്മദ് റിയാസ് അന്ന് ഈ പരിപാടികളെല്ലാം ഒപ്പിച്ചത് എന്ന് ഓർക്കണം. സ്വന്തം ഭാര്യയും 2 കുട്ടികളെയും ചവിട്ടി പുറത്താക്കിയ ഭീകരനായ ആളാണ് മുഹമ്മദ് റിയാസ്. അദ്ദേഹമാണ് കോഴിക്കോട് എൻ്റെ ഓഫീസ് കത്തിച്ച് നശിപ്പിച്ച് കളഞ്ഞത്. അങ്ങനെയുള്ള മുഹമ്മദ് റിയാസ് എൻ്റെ ഭാര്യയാണ് നമ്മുടെ വീണ വിജയൻ. ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ്റെ വീട്ടിലെ തന്നെ നിന്ന് വലിയ ബിസിനസ്സുകാരോടൊക്കെ തന്നെ ബാർഗെയിൻ ചെയ്തിട്ടാണ് പൈസ വാങ്ങിയിട്ടുള്ളതിൻ്റെ കുറേ തെളിവുകൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. ആ തെളിവുകൾ അടക്കമാണ് അന്ന് എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോൾ കടത്തിക്കൊണ്ടുപോയത്. പിണറായി വിജയന് 10,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപത്തിൻ്റെ കൃത്യമായ തെളിവായിരുന്നു എൻ്റെ കൈവശമുണ്ടായിരുന്നത്. അത് എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് വീണ ജോർജിൻ്റെ പേരിൽ ഒരു കള്ളപ്പരാതി ഉണ്ടാക്കി എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് എന്നെ ജയിലടയ്ക്കുകയായിരുന്നു. ആ ജയിലടയ്ക്കുന്നവരെ എൻ്റെ വീട് ഓഫീസും റെയ്ഡ് ചെയ്ത് CCTV ക്യാമറ അടക്കം ഊരിക്കൊണ്ടുപോയിട്ടാണ്. കാരണം CCTV ക്യാമറയിൽ ഇതൊന്നും കാണരുത് എന്നുള്ള ഉദ്ദേശത്തിൽ അത് എടുത്തു കൊണ്ടുപോയിട്ടാണ് വീണ ജോർജിൻ്റെ നിർദ്ദേശപ്രകാരം അതെല്ലാം കടത്തിക്കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പം വീണ ജോർജും വീണു, പിണറായിയും വീണു. അതേപോലെ ഇപ്പോഴിതാ കേന്ദ്രവും പിണറായി വിജയനെ കൈയൊഴിഞ്ഞിരിക്കുന്നു. എന്നുള്ള കാര്യം 100% സത്യമാണ്. ഇത്രയും കാലം പിണറായി വിജയനെ കൊണ്ടുവരുന്നത് വെറുതെയല്ല, കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ എല്ലാം ഇതൊക്കെ ഉണ്ടായ ശേഷം CPM-കാർ പറയുന്നത് VD സതീശന്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് VD സതീശൻ പ്രധാനമന്ത്രിയെ കണ്ടു, പിറ്റേ ദിവസം പോയി റെയ്ഡ് നടന്നു എന്നാണ്. ലോകത്തിൽ ഇത്രയധികം ഏപ്രിൽ 1-നാണെങ്കിൽ ഇതൊരു വിഡ്ഢി ദിനത്തിന്റെ ഭാഗമായി പറയുന്നതായി കരുതാം. വിഡ്ഢിത്തം പറയുന്നതിനുമുണ്ടോ? അതിൽ എന്തായാലും ഇപ്പോൾ CPM പിണറായി വിജയന്റെ കുറെ ഗുണ്ടകളെ കൊണ്ടുവന്ന് അവിടെ വലിയ ആക്രമണം നടത്തിയതുകൊണ്ടൊന്നും ഇതിൽ നിന്ന് ഒരു മണ്ണാങ്കട്ടി ഉണ്ടാവില്ല. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെ ആക്രമിച്ചതിലൂടെ കൃത്യമായി നന്നായി എന്നാണ് ഞാൻ പറയുന്നത്. അതിലൂടെ കൃത്യമായി എൻഫോഴ്സ്മെന്റ് ഇനി പ്രവർത്തിച്ചോളും. പിണറായി വിജയൻ ഇത്രയും കാലം പറഞ്ഞത് ഞാൻ ഇരട്ടച്ചങ്കനാണ്. ഇരട്ടച്ചങ്കൻ എന്തിനാണ് അണികളെ ഗുണ്ടകളെ കൊണ്ട് നിർത്തിയത്? ഗുണ്ടകളോട് പറയണ്ടേ, നിങ്ങൾ പോയിക്കോ, ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടോളാം, ഈ എൻഫോഴ്സ്മെന്റ് റെയ്ഡൊക്കെ എനിക്ക് പുല്ലാണ്, ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടോളാം. എന്നാലും പിണറായി വിജയന്റെ മുഖം കണ്ടിരുന്നോ, രൗദ്രഭാവം? എന്തായാലും പിണറായി വിജയൻ ഇന്നലെ പറയുന്ന വാക്കുകളൊന്ന് കേൾക്കാം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് കാലത്ത് 7 മണിക്കാണ് ഈ വാതിൽക്കല് ED ടീം എത്തുന്നത്. ഈ സമയം വരെ അവരിവിടെ പരിശോധനയിലായിരുന്നു. വന്ന ടീം നിർദ്ദേശമനുസരിച്ച് വരുന്നതാണല്ലോ, അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്. ഉദ്യോഗസ്ഥരാകുമ്പോൾ മേലെയുള്ളവർ പറയുന്നത്, ഉദ്യോഗസ്ഥരാകുമ്പോൾ അധികൃതർ പറയുന്നത് അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അവര് ഇവിടെ കണ്ടത് കാര്യങ്ങൾ നല്ല രീതിയിൽ മര്യാദക്കിടപെടുന്നതാണ്. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അതിർകവിഞ്ഞ ഇടപെടലൊന്നും ഇവിടെ ഉണ്ടായില്ല. ഇത്രയും മണിക്കൂറുകൾ അവർ ഈ വീട്ടിനകത്തുണ്ടായി. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. അതിലെന്താണ് അവർക്ക് കിട്ടിയതില്ല എന്നൊക്കെ അവരാണ് വ്യക്തമാക്കേണ്ടത്. ഏതായാലും ഇതൊന്നും ഒരു നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പെട്ടെന്നുണ്ടായ കാര്യമല്ല. നമ്മുടെ ഇത്തരമൊരു വീട്ടിൽ കയറിയുള്ള പരിശോധന ED ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ഈ പരിശോധന ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലൊരാൾക്ക്. കാരണം എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. നമ്മുടെ രാജ്യത്തിലെ പ്രതിപക്ഷത്തിനെയും
പ്രതിപക്ഷത്തിന്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള ആക്രമണ നടപടികളാണ് എല്ലാ കാലത്തും BJP ഗവൺമെന്റ് തുറന്നു വരുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ തങ്ങളുടെ പാർട്ടിക്കാരല്ലാത്ത പാർട്ടിക്കാർക്ക് നേരെ EDയുടെ കടന്നുകയറ്റം നടന്നോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ഒരു തുടക്കം മാത്രമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഈ തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ കൊണ്ട് ഞങ്ങളെ തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. ഇവിടെ പ്രകടമായി നമ്മുടെ നാടിന്റെ വികാരവും പാർട്ടി സഖാക്കളുടെ വികാരവും എല്ലാ കാലത്തും പാർട്ടിയുടെ അകമഴിഞ്ഞ പിന്തുണയാണ് പാർട്ടി ശത്രുക്കൾ കൊത്തിവലിക്കാനൊരുങ്ങിയ എല്ലാ ഘട്ടത്തിലും ലഭ്യമായിട്ടുള്ളത്. ആ പിന്തുണക്ക് ഒരു കുറവും ഒരു ചാഞ്ചല്യവും ഇല്ല എന്നതാണ് ഇന്ന് സഖാക്കൾ വീണ്ടും വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഏതിനെയും നമുക്ക് നേരിടാൻ ഇതാണ് നമ്മുടെ കരുത്ത്. ഒന്നിച്ച് നമുക്കിറങ്ങാം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പിന്നീട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും നന്നാവുക. ഞാനിപ്പോ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, കേട്ടല്ലോ. എന്തായാലും വീണ വിജയന്റെ മൊബൈലിൽ വളരെ സുപ്രധാനമായി ഞെട്ടിക്കുന്ന തെളിവുകളാണുള്ളത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിവരങ്ങൾ പറയാം. നന്ദി, നമസ്കാരം.